ഇബ്നു റൂമിയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അബുൽ ഹസൻ അലി ബിൻ അബ്ബാസ് ബിൻ ജുറൈജ് റൂമി എന്നാണ് പേര്. അബുൽ ഹസൻ അലി ബിൻ അബ്ബാസ് ബിൻ ജുറൈജ് റൂമി 221 ജനിച്ച അബുൽ ഹസൻ അലി ബിൻ അബ്ബാസ്. ഈ പേര് ആവർത്തിക്കുന്നത് ഇബ്നു റൂമിയുടെ പേരെന്താന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് പറയണം അലി ബിൻ അബ്ബാസ് ആണ് എന്നോർത്താൽ മതി. ഓക്കെ. ഷാഇറുൻ റൂമിയുൻ. ഇബ്നു റൂമി റൂമിയാണ്. അസ്ലു വജദ്ദുഹു മിൻ മവാലി ബനി അബ്ബാസ്. ബനി അബ്ബാസിലെ മവാലികളിൽപ്പെട്ട അടിമകളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വല്യുപ്പ. ബഗ്ദാദിലാണ് ജനിക്കുന്നത്. വനശഅ ഫി ബഗ്ദാദിലു തന്നെ വളർന്നു. വമാത ഫീഹ. അദ്ദേഹം മരിക്കുന്നതും ബഗ്ദാദിലാണ്. വഹുവ ശാഇറുൻ കബീറുൻ യഉദ്ദു മിൻ തബഖതി ബശ്ശാർ ബിൻ ബർദ് വൽ മുതനബ്ബി. മുതനബ്ബിയുടെയും ബശ്ശാറിൻ്റെയും തബഖയിൽ എണ്ണപ്പെടുന്നു. കുഞ്ഞത്തുഹു ഇബ്നു റൂമി നിസ്ബത്തല്ലി അബിഹി. ഉപ്പയിലേക്ക് ചേർത്തിയിട്ടാണ് ഇബ്നു റൂമി എന്ന് വിളിക്കുന്നത്. ഇഷ്തഹറ. അദ്ദേഹത്തിൻ്റെ ഉപ്പ റൂമിയാണ്, ഉമ്മ ഫാരിസിയാണ്. ഉമ്മ ഫാരിസിയാണ് എന്ന് ഓർമ്മ വേണം. നല്ല ഒരു പെണ്ണായിരുന്നു ഉമ്മ. ഉപ്പ 11ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ടു. വിവാഹം കഴിച്ചു 3 മക്കൾ. ഹിബത്തുള്ള, മുഹമ്മദ്, അവരൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. സഹോദരൻ്റെയും ഭാര്യയുടെയും മരണത്തിനു ശേഷം അദ്ദേഹം ബഗ്ദാദിൽ ജീവിച്ചു. മുഹമ്മദ് ബിൻ ഹബീബിൽ നിന്ന് അറിവ് പഠിച്ചു. അബ്ബാസി ഖുലഫാകളുടെ കൂട്ടത്തിൽ 8 ഖലീഫമാരുടെ കൂടെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അതൊരു ഷിയാക്കാരനായിരുന്നു. അദ്ദേഹത്തിൽ വലഹു അശ്ആറുൻ കസീറത്തുൻ ഫി ത്വആമി വശറാബ്. ത്വആമിലും ശറാബിലും ഒരുപാട് കവിതകളുണ്ട്. തനവഅത് അശ്ആറുഹു ബൈനൽ മദ്ഹി വൽ ഹജാഇ വറസാഇ വൽ ഫഖർ. ഫഖറിൻ്റെയും അഭിമാനം പറച്ചിലിൻ്റെയും, വറസ അനുശോചനകാവ്യ വിലാപകാവ്യത്തിൻ്റെയും, വൽ ഹജ ആക്ഷേപത്തിൻ്റെയും മദ്ഹിൻ്റെയും ഇടയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ വ്യത്യസ്തമായി. അന്നന്നാസ യുഅ്തി ലഹു തക്രീമൻ ഖാസ്സ. ജനങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു ബഹുമാനം കൊടുത്തു. ഇമ്മാ റഅബത്തൻ, ഒന്നെങ്കിൽ അദ്ദേഹത്തിനോട് ഒന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് പേടിച്ചിട്ടാണ് ബഹുമാനിക്കുന്നത്. കാരണം കാന ലീഖൽ അഖ്ല, അദ്ദേഹത്തിന് ഒരു കുടുസ് സ്വഭാവമുള്ള ആളായിരുന്നു. വശദീദത്തിറ, അതേപോലെ പക്ഷി ലക്ഷണം നോക്കുകയും വത്തശാം, അപലക്ഷണം നോക്കുന്ന ആളായിരുന്നു. വസ്തറ ബിവസ്ഫി ത്വബിഅത്തി, പ്രകൃതിയെ വിശേഷിപ്പിക്കുന്നതിൽ പ്രസിദ്ധനാണ്. ഇദ്ദേഹം മുതനബ്ബിയെപ്പോലെ മഅനക്ക് പ്രാധാന്യം നൽകിയ ആളാണ് ഇബ്നു റൂമി. ആല് തോഹിറിൻ്റെയും ആല് വഹബിലെയും 40 പേർ ഇദ്ദേഹം മദ്ഹ് പാടിയിട്ടുണ്ട്. അദ്ദേഹം പറയും, ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബുൽ ഫഅല വയക്റഹു തീറ. നബി തങ്ങളെ ശുഭലക്ഷണം നോക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷി ലക്ഷണം നോക്കുന്നത് വെറുത്തിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി 2-3 പോയിന്റ് ആവർത്തിച്ച് ഞാൻ പറയില്ല. കാലം മുറസ്ബാനി പറയുന്നു, ല അലമു അന്നഹു മദ്ഹ അഹദൻ മദ്ഹ അഹദുൻ. അദ്ദേഹം ഒരാളെയും മദ്ഹ് ചെയ്തിട്ടില്ല. എങ്ങനെ? അതെ, ആരായിക്കോട്ടെ, റയീസാവട്ടെ, ആരായി, അത് മദ്ഹ് ചെയ്തിട്ടില്ല. ഇല്ല ആദയിലെ ബിഹജ, അവനെ ആക്ഷേപിച്ചിട്ടില്ലാതെ.
എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹം മദ്ഹ് പറയും, പിന്നെ അതിനെ തുടർന്ന് ആക്ഷേപവും പറയും എന്നാണ് മുറസ്ബാനി പറയുന്നത്. അതുകൊണ്ട് തന്നെ മുറസ്ബാനി വീണ്ടും അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അഷ്റു അഹ്ല സമാനിയ, കാലഘട്ടത്തിലെ ബുഖ്തരിക്ക് ശേഷമുള്ള അറിയപ്പെട്ട വ്യക്തിയാണ്. വഅക്സറുഹും ശിഅറൻ വഅഹ്സനുഹും വഔസാഫൻ വഅബ്ലഅഹും ഹജാൻ, നല്ല വിശേഷണമുള്ള കവിതയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ്, ലി ഇബ്നു റൂമി ദീവാനുൻ. ഇബ്നു റൂമിക്കൊരു ദീവാനുണ്ട്, അതിന് ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ സൂലി. അത് മുഅ്ജമായ അക്ഷരത്തിൻ്റെ ഓർഡറിലാണ്. ഒന്നാമത് ജുസ് 1917 കൈറോയിലാണ്, കാഹിറയിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്, അച്ചടിക്കുന്നത്. കാമിൽ കീലാനി അതിൽ നിന്ന് 3 ജുസുകളെ ഒരൊറ്റ മുജല്ലദയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്കാദ് അതിന് മുഖദ്ദിമ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹയാത്ത് ഇബ്നു റൂമി, അബ്ബാസ് മഹ്മൂദ് അക്കാദിന് ഹയാത്ത് ഇബ്നു റൂമി എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ട്. ഇബ്നു റൂമി എന്നുള്ളത് ഉമർ ഫറൂഹിനൊരു ഗ്രന്ഥമുണ്ട്. ഇനി പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ചുരുക്കി പറയുന്നു. ഖാൻ അബുൽ ഹസൻ കാസിം. അബുൽ ഹസൻ കാസിം എന്നവർ, അദ്ദേഹം ആരാണ്? വസീർ മുഅത്തദിൻ്റെ വസീർ, മന്ത്രിയാണ്. അയാൾ വിഷം കൊടുത്തു ഭക്ഷണത്തിൽ ഇബ്നു റൂമിക്ക്. ഇത് കാരണമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം മരണത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ. ത്വഹാ ഹുസൈൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു കോട്ടിങ്സ് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ദാസേന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാന സയ്യിഉൽ ഹൗലി ഫി ഹയാത്തി, ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യം എത്തിക്കാത്ത ആളാണ്, മോശപ്പെട്ട ഭാഗ്യം എത്തിച്ച ആളാണ്. ലം യകുൻ മുഹബ്ബിബൻ ഇലന്നാസ്, ജനങ്ങളോടുമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ അതൊരു മഹബത്ത് കിട്ടിയിട്ടില്ല. മറിച്ച് ഇന്നമാ കാന മുബഇദൻ ഇലൈഹിം, എല്ലാവർക്കും ഒരു വെറുപ്പാണ്. മുഹസ്സദൻ, അസൂയയുമായിരുന്നു. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. ഷെയർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അറാ ഫദല മാലിൻ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക.